ഇന്നൊരു തേങ്ങാപ്പാലും മാങ്ങയും കൂടെ ചേർത്തിട്ടൊരു കൊഞ്ചിൻ്റെ കറിയാണ്, അതായത് പ്രോൺസിൻ്റെ ഒരു കറിയാണ്. അപ്പോൾ ആദ്യം എണ്ണ ചൂടാക്കി, വെളിച്ചെണ്ണയിലാണ് ഈ കറി ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ഉലുവ ഇട്ടു, കുറച്ച് ഉലുവ ഇട്ടാൽ മതി. അതൊന്ന് ജസ്റ്റ് പൊട്ടി വരുമ്പം അതിലേക്ക് ഒരു മൂന്നാല് കുഞ്ഞുള്ളിയില്ലേ, ചെറിയ ഉള്ളി, അതരിഞ്ഞത് ചേർക്കുക. പിന്നെ ഒരു സവാളയുടെ ഹാഫും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു കുഞ്ഞ് പീസ് ഇഞ്ചിയാണ്, വെളുത്തുള്ളി ഏറെ നിൽക്കണേ, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അത് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് എന്ത് പറ്റുമെന്നറിയോ, അത് അടിയിലോട്ട് അങ്ങ് പിടിച്ചിട്ട് അതങ്ങ് കരിയും. അപ്പോൾ ഉള്ളി ഇട്ടിട്ട് ചേർക്കുവാണെങ്കിൽ അത് അത്ര അടിയിലേക്ക് പിടിക്കില്ല. പിന്നെ ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചട്ടിയിലേക്ക് ഇങ്ങനെ പിടിക്കില്ല, അല്ലെങ്കിൽ അങ്ങ് ചട്ടിയെ പിടിച്ചിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. എന്നിട്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ട്, ഒത്തിരി അങ്ങ് വഴണ്ട് അങ്ങ് ബ്രൗണിഷ് കളറൊന്നും ആവണ്ട കേട്ടോ. എന്നിട്ട് ഒന്ന് വഴണ്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു തക്കാളി, ഒറ്റ തക്കാളി, എന്നിട്ട് ഫുള്ള് ചേർക്കുന്നില്ല, ബാക്കി പിന്നെ ചേർക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ 2 പച്ചമുളക്, എരിവില്ലാത്താണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇച്ചിരി എരിവുള്ള പച്ചമുളകും കൂടെ 2 ഞാൻ 2 ചേർത്തിട്ടുള്ളൂ. 2 ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് പിന്നെ ചേർക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി നമുക്ക് ഇതൊന്ന് തക്കാളിയൊക്കെ ഒന്ന് വെന്തോടഞ്ഞ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി, എനിക്കിതിൻ്റെ ടേബിൾ സ്പൂൺ ടീസ്പൂൺ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ, അത് എരിവിനനുസരിച്ച് ചേർക്കണേ. എൻ്റെ കയ്യിലിരിക്കുന്ന അധികം എരിവില്ലാത്ത മുളകാണ്. അപ്പോൾ 2 സ്പൂൺ മുളക് പൊടി ചേർത്തു. എന്നിട്ട് മല്ലിപ്പൊടി, അത് ഓപ്ഷനിലാണ്, മല്ലിപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഞാനൊരു ശകലം മല്ലിപ്പൊടി ഇതിൽ ചേർക്കും കേട്ടോ. എന്നിട്ട് മല്ലിപ്പൊടി, ശകലം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇത്രയും പൊടികളേ ഉള്ളൂ ഇതിനകത്ത് ചേർക്കുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി. മല്ലിപ്പൊടി ഒന്ന് പേരിന് മതി കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ പൊടികളുടെ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റണം. തീ നന്നായിട്ട് കുറച്ചിടണേ, അല്ലെങ്കിൽ ഈ പൊടികളങ്ങ് വേഗം കരിഞ്ഞു പോകും. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റണം. നിറയെ കരിയാപ്പില ചേർത്ത് കൊടുക്കണേ. എത്രയും കരിയാപ്പില ചേർക്കുന്നത് അത്രയും നല്ല. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഒരു കറിയിൽ വെളിച്ചെണ്ണയും കരിയാപ്പിലയും പച്ചമുളകും കൂടി ഒരു നാടൻ ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കരിയാപ്പില മാത്രം കുറച്ച് ഏറെ ചേർത്ത് കൊടുക്കും കേട്ടോ. എന്നിട്ട് ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഈ 2ാം പാലാണ്. അധികം കട്ടിയില്ലാത്ത പാലില്ലേ, പാല് എടുത്തു കഴിഞ്ഞിട്ട് രണ്ടാമത് നമ്മൾ ഒന്നും കൂടെ പാലെടുക്കത്തില്ലേ, ആ പാലാണ് ഈ ചേർത്ത് കൊടുക്കുന്നത്. ഈ 2ാം പാല് ചേർത്തിട്ട് 2ാം പാല് ചേർത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കണേ. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കണേ. ഞാൻ ആക്ച്വലി ഉള്ളി വഴറ്റുമ്പോൾ ശകലം ഒന്ന് ഉപ്പ് ചേർത്തിരുന്നു ഉള്ളി വഴറ്റാൻ വേണ്ടി. ഇപ്പം രണ്ടാമത് ഞാൻ ഒന്നുകൂടി ഉപ്പിട്ട് നോക്കി. എന്നിട്ട് കുറച്ചൊന്ന് വെള്ളത്തിന് ഈ 2ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഗ്രേവി ആയിട്ടിരിക്കാൻ വേണ്ടി. അപ്പം നല്ല ചൂടാക്കിയ വെള്ളമാണ് ചേർക്കുന്നത്. ഇനി മാങ്ങ അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഞാൻ മാങ്ങയുടെ തൊലി കളഞ്ഞാണ്. ഇപ്പോൾ ഇവിടെ കിട്ടിയ മാങ്ങയ്ക്ക് തൊലിക്ക് ഇച്ചിരി കട്ടിയുള്ള മാങ്ങ, അപ്പം അതിന് കയ്പ്പ് വരും. അതുകൊണ്ട് തൊലി അരിഞ്ഞിട്ടുള്ള മാങ്ങയാണ്, നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു. അതുകൊണ്ടൊരു ഫുൾ മാങ്ങ ചേർത്തിട്ടില്ല, ഒരു ഹാഫ് മാങ്ങയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് ഈ മാങ്ങ ഒന്ന് വേകാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചു. ഇപ്പോൾ മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല വെന്ത് ഈ കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കൊഞ്ച് ചേർത്ത് കൊടുക്കാം. കൊഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോൺസ്, ചെമ്മീൻ എന്നൊക്കെ പറയില്ലേ, അത് ചേർത്ത് കൊടുക്കാം.
വലിയ പ്രോൺസ് ആയിരുന്നേ. അപ്പോൾ ഞാൻ ഫുൾ ഇടുന്നില്ല, ഇതൊരു ഒരു 500 ഗ്രാം ടു 550 ഗ്രാംസോളം വരുന്നതാണ്. ഇത് ഞാൻ ഫുള്ളില്ല, അതിൻ്റെ ഒരു 5-6 പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അത് ഫ്രൈ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അത് കാരണം ഞാൻ അങ്ങനെ വെച്ചു. എന്നിട്ട് ഇപ്പോൾ ഈ പ്രോൺസും കൂടി ഇട്ട്, പ്രോൺസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്നിട്ട് ഉപ്പും എല്ലാം ഒന്ന് നോക്കി കേട്ടോ, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. മാങ്ങയ്ക്ക് നല്ല പുളിയുള്ളതുകൊണ്ട് നല്ല പുളിയുണ്ടായിരുന്നു. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചു. ആക്ച്വലി പ്രോൺസ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അധിക നേരമൊന്നും വേവില്ല, ഒരു 5 മിനിറ്റ്സ് മേലും വേണ്ട, ഒരു 3 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്ക് അത് വെന്ത് വരും. പ്രോൺസ് ആക്ച്വലി കുറേ വെന്ത് കഴിഞ്ഞാൽ അതിനൊരു റെബ്രഷ് ആവും. ഇത് കറക്റ്റ് വേവാണ്. ഈ സമയമാകുമ്പോൾ ഒരു 3-4 മിനിറ്റ് മതി. എന്നിട്ട് വെന്തു. ഇനി നമുക്ക് സ്റ്റൗ എല്ലാം ഓഫ് ചെയ്തിട്ട് കട്ടിപ്പാലില്ലേ, കട്ടി തേങ്ങാപ്പാൽ, 1-ാം പാലെന്ന് പറയുന്നത്, അതാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്തിട്ടുണ്ട് കറിയിലോട്ട്. അത് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കഴിഞ്ഞു, കറിയുടെ പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞു. ഇനിയും ചെയ്യാനുള്ളത്, ഞാൻ കുറച്ച് തക്കാളി അരിഞ്ഞു വെച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ തക്കാളിയും ആ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ആ പച്ച തക്കാളിയും ആ അധികം വഴട്ടാത്ത നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയില്ലേ, ആ തക്കാളിയും ഈ പച്ചമുളകും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഒന്ന് അടച്ച് വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ശരിയായിട്ടുള്ള ടേസ്റ്റ് അതിലേക്ക് ഇറങ്ങും. അതിനു വേണ്ടിയാണ്. ഇനി അതും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് കരിയാപ്പില, ഇതിൻ്റെ പുറത്തായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല മണമാണ്. കറി ഒന്ന് അടച്ച് വെച്ച് കഴിയുമ്പോൾ ആവിയിലിരുന്ന പച്ച വെളിച്ചെണ്ണയുടെയും ഈ പച്ചമുളകിൻ്റെയും തക്കാളിയുടെയും പിന്നെ കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ ഇനി ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഞാൻ ഒന്ന് അടച്ചു വെച്ച് കഴിയുമ്പോൾ തന്നെ ആ കറി ഇനി ചൂടാക്കുന്നൊന്നുമില്ല, അങ്ങനെ അടച്ചു വെച്ചതേ ഉള്ളൂ. ഒരു കരിയാപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാൽ. ഇത് ആക്ച്വലി പാരഗൺ എന്ന് പറഞ്ഞ ഹോട്ടലിലെ ഒരു ഫേമസ് കറിയാണ്, ഭയങ്കര ടേസ്റ്റുള്ളൊരു ചെമ്മീൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്